ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെ മോഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മോഷ്ടാവ് ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തലുണ്ടായത്. മോഷ്ടാവ് മലയാളിയാണെന്നും ബാങ്കിനെ കുറിച്ച് മുൻ പരിചയമുള്ള വ്യക്തിയാണെന്നുമുള്ള നിഗമനത്തിലാണ് പോലീസ്. ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, നമുക്കറിയാം ആദ്യം തന്നെ പോലീസിനൊരു സംശയമുണ്ടായിരുന്നു. ഹിന്ദി സംസാരിച്ചാൽ ഒരിക്കലും മലയാളി അല്ലാതാകുന്നില്ല എന്ന് റൂറൽ SP അടക്കം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം മലയാളിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ആ വണ്ടിയിൽ ഉപയോഗിച്ച നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും എന്തായാലും ഈ വലിയ ഒരു ആസൂത്രണം ചെയ്ത കവർച്ചയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അയാളുടെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ച ആ ഒരു പരിശോധനയിലാണ് അത്തരത്തിൽ ഈ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഈ ആക്രമണം, ഈ തട്ടിപ്പ്, ഈ ഒരു പിടിച്ചുപറി നടത്തിയതെന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇയാൾ മലയാളിയാണെന്നുള്ള ഒരു സൂചന പോലീസിന് ഏതാണ്ട് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റൂറൽ SP അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഇയാൾ ഹിന്ദി ആയിരുന്നു ആ സമയത്ത്. അതായത് ഈ പണം ഇവരിൽ നിന്ന് ആക്രമിച്ച് തട്ടിയെടുക്കുന്ന സമയത്ത് ഹിന്ദി ആയിരുന്നു ഇവർ സംസാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾ ഹിന്ദിക്കാരനാവണം എന്നില്ല എന്ന് അദ്ദേഹം SP അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഏതാണ്ട് അത് ശരിവെക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കണം അയാൾ അത്തരത്തിൽ ഹിന്ദി സംസാരിച്ചതെന്നാണ് പോലീസ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ഒരാൾ തന്നെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. അയാൾ മലയാളിയാണെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇയാൾക്ക് വേണ്ടി ജില്ലയ്ക്കകത്തും സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. ഈ റെയിൽവേ ലൈനുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. ഇയാളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് അത് വ്യാജമാണെന്നുള്ള ഒരു തെളിവെത്തിയിട്ടുള്ളത്. പോലീസ് റോഡുകളിലെ CCTV ക്യാമറകൾ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇയാൾ ഇത്തരത്തിൽ അങ്കമാലി വരെ പോയി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ വഴി തെറ്റിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ഭാഗത്തേക്ക് കടന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് CCTV ദൃശ്യം കൊടുക്കുകയും പിന്നീട് ഇയാൾ മടങ്ങിയിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അന്വേഷണം വ്യാപകമായി നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംസ്ഥാനം വിട്ടുകൊണ്ടും അന്വേഷണം വ്യാപിക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് പോലീസ്. പക്ഷേ ഇത്തരത്തിലൊരു മോഷണം, അതായത് പട്ടാപ്പകൽ ഉച്ച സമയത്ത് ഒരു ബാങ്കിൽ കത്തി കാണിച്ചുകൊണ്ട് ഇത്രയധികം തുക, ഏതാണ്ട് 15 ലക്ഷത്തോളം തുക തട്ടിയ ഒരു കേസിൽ ഈ 2 ദിവസമായിട്ടും ഇത്തരത്തിൽ പ്രതിയെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലീസിനെതിരെ വലിയ ഒരു സമ്മർദ്ദം ഉയർന്നുണ്ട്, വലിയ വിമർശനവും പോലീസ് നേരിടുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടാം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. ദേവിക. ശരി.